യുദ്ധം ആരംഭിച്ച സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം ശക്തമായി രൂപം കൊള്ളുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് യുദ്ധത്തിൻ്റെ 28-ാം ദിവസം കഴിയുമ്പോൾ ചില കാര്യങ്ങൾ പുറത്തു വരുന്നതിനെ യോജിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നു 10 ദിവസത്തേക്ക് ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നും ആക്രമണം നടത്തുന്നില്ല, ചർച്ച പുരോഗമിക്കുകയാണ്, അത് മുന്നോട്ട് പോകുമ്പോൾ ആക്രമണമില്ല എന്ന് പറയുകയും അതേസമയം ഇസ്രയേൽ സഖ്യകക്ഷി ഇറാൻ്റെ മേൽ ശക്തമായ ആക്രമണം ഇന്നും നടത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്ന സമയമാണിത്. അതിന് ഇസ്രയേൽ കാരണമായി പറയുന്നത് വിചാരിക്കുന്നത് പോലല്ല, ഇറാൻ അതിശക്തമായ ആക്രമണം, തുരുതുരെ മിസൈലുകൾ ഇസ്രയേലിലേക്ക് പായിച്ചുകൊണ്ടിരിക്കുന്നു, തിരിച്ചടിക്കാതെ നിവൃത്തിയില്ല എന്നാണ് IDF പറയുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ആക്രമണം നടത്തുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ട്രംപ് തന്നെ 10,000 സൈനികരെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ വൈരുദ്ധ്യം നിറഞ്ഞ 3 കാര്യങ്ങളാണ് മാർച്ച് 27 രാത്രി യുദ്ധത്തിൻ്റെ 28-ാം ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ പുതിയൊരു വാദമുഖം കൂടി നമ്മൾ കണ്ട ദിവസമാണ്. യമനിലെ ഹൂത്തി വിഭാഗം ഇന്ന് ഔപചാരികമായി രംഗത്ത് വന്ന് പറയുകയാണ്, വേണ്ടി വന്നാൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വരും. ഇതുവരെ ഹൂത്തി വിഭാഗം ഇതിനകത്ത് ചേർന്നിട്ടില്ല, എന്നാൽ അവരുടെ സൈനികർ പറഞ്ഞാൽ ഉടൻ തന്നെ രംഗത്ത് വരുമെന്നും. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ചെങ്കടലിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന യമൻ്റെ ഭാഗമായി ചേർന്ന് കിടക്കുന്ന ബാബൽ മന്ദബ് സ്ട്രെയിറ്റിനെ ഞങ്ങളങ്ങ് അടയ്ക്കും എന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നതെന്ന് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഹൂത്തി വിഭാഗത്തിൻ്റെ ചില ഉന്നത നേതാക്കൾ CNN-നോട് ഒരു ടെക്സ്റ്റ് മെസ്സേജിലാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നും വ്യക്തമാക്കപ്പെടുകയാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ വന്ന 3 കപ്പലുകളെ ഇന്ന് രാവിലെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് വിരട്ടി ഓടിച്ചു എന്ന റിപ്പോർട്ടും വരികയാണ്. അവർക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ തിരിഞ്ഞ് പോകേണ്ടി വന്നു. അതിശക്തമായ ഒരു നിര ഇറാൻ അവിടെ ഉയർത്തിയിട്ട് ഭീഷണി സൃഷ്ടിച്ചു, വെല്ലുവിളിയായി മാറി, അങ്ങനെ പിന്മാറി എന്ന രൂപത്തിലാണ് വാർത്തകൾ വരുന്നത്. ഇങ്ങനെ നിൽക്കവേ ഇറാൻ എന്താണ് ഈ വിഷയത്തിൽ വിചാരിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലായി. അന്താരാഷ്ട്ര മേഖലയിൽ എണ്ണവില വിചാരിക്കുന്നതിനപ്പുറമുള്ള തലത്തിലേക്ക് മാറുക, അക്കാര്യത്തിലേക്ക് കൂടുതൽ എത്തുന്നു എന്ന് സൂചിപ്പിക്കുമാറ് പല രാജ്യങ്ങളിലും ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉദാഹരണത്തിന് ഫിലിപ്പൈൻസിൽ തെരുവീഥികളിൽ ജനങ്ങൾ അക്രമങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അവിടെ എന്ത് സാഹചര്യത്തിലും വിലക്കയറ്റം തടയാൻ വേണ്ടി ഗവൺമെൻറ് ഇടപെട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണക്കാർ തെരുവിൽ നിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതൊരു പ്രക്ഷോഭത്തിൻ്റെ സാഹചര്യത്തിലേക്കും പലയിടങ്ങളിലും അക്രമത്തിലേക്കും തിരിയുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കാത്തൊരു തലം കൂടി വന്നു ചേരുന്നു. ഇന്നു മുതൽ ആഫ്രിക്കൻ മേഖലയിലെ പല രാജ്യങ്ങളും ജനങ്ങൾ പുറത്തിറങ്ങി പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ആഫ്രിക്ക ഇതിൽ നിന്നൊക്കെ ഒന്നും മാറി നിൽക്കുകയായിരുന്നു. അവിടെയും പ്രക്ഷോഭങ്ങളിലേക്കാണ് വിലക്കയറ്റം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന രൂപത്തിലാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞൊരു കാര്യത്തെ വെച്ചുകൊണ്ട് സ്വാഭാവികമായും ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നില്ല, ഊർജ്ജ സ്രോതസ്സുകളിൽ ആക്രമണം നടത്തുന്നത് ഏപ്രിൽ 6-ാം തീയതി വരെ ഏറ്റവും കുറഞ്ഞത് മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വാദം മുഖവിലയ്ക്കെടുക്കാതെ മാർക്കറ്റ്, ആരാണ് ഈ മാർക്കറ്റ് എന്നുള്ളത് പിന്നെ നോക്കാം, മാർക്കറ്റ് $110 ഒരു ബാരലിന് എന്ന രൂപത്തിലേക്ക് കുതിച്ചു കയറിയ ദിവസം കൂടിയാണ് ഈ വെള്ളിയാഴ്ച. സ്വാഭാവികമായിട്ടും കുറയേണ്ടതല്ലേ, കുറഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണ് എണ്ണ വില നിശ്ചയിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോ സാധാരണക്കാരും മനസ്സിലാക്കിയിരിക്കണം. ഒപ്പക് രാജ്യങ്ങൾ നമുക്കറിയാം, സൗദി അറേബ്യ അടക്കം, റഷ്യ അടക്കം 23 രാജ്യങ്ങൾ, സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള 12 രാജ്യങ്ങൾ, എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, ഒപ്പം പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ നേതൃത്വത്തിലുള്ള 11 രാജ്യങ്ങൾ, അങ്ങനെ 23 രാജ്യങ്ങളാണ് ഒപ്പക് രാജ്യങ്ങളായിട്ട് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ പ്രസ്ഥാനമായി നിലകൊള്ളുന്നത്. അതാത് ഗവൺമെൻറ്റുകളാണ്, അതിലാണ് സൗദി അറേബ്യയും UAE ഒക്കെ ഉള്ളത്, അതാത് ഗവൺമെൻറ്റുകളാണ് എണ്ണ വില നിശ്ചയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഒപ്പക്കിലില്ല, അത് അമേരിക്കയാണ്. അമേരിക്ക ഒരു ദിവസം
22 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സൗദി അറേബ്യയും റഷ്യയും കൂടി ചേർന്നിട്ടാണ് അത്രയും ബാരൽ എണ്ണയിലേക്ക് പോകുന്നത് ഒപ്പക് രാജ്യങ്ങളുടെ കണക്ക് നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സൗദി അറേബ്യ ഒപ്പക് രാജ്യങ്ങളിൽ ഇല്ലെങ്കിലും വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. അതുപോലെ ഷെൽ പോലെ ബ്രിട്ടീഷ് പെട്രോളിയം പോലെ ഉള്ള കമ്പനികളും നേരത്തെ പറഞ്ഞ മാർക്കറ്റ് എന്നതിൻ്റെ ക്ലസ്റ്ററിൽ വരികയും വില നിശ്ചയിക്കുകയും ചെയ്യുന്നു. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും കൂടെ നിൽക്കുന്ന അമേരിക്കയെ പോലെ കാനഡയെ പോലെ ബ്രസീലിനെ പോലെ ഒപ്പക്കൽ ഇല്ലാത്തവരും ഷെൽ പോലെ BP പോലെ ഉള്ള കമ്പനികളുമൊക്കെ ചേർന്നാണ് ലോകത്തിൻ്റെ 830 കോടി ആളുകൾ ഏത് ഗ്യാസ് എന്ത് വിലയ്ക്ക് ഏത് പെട്രോൾ ഡീസൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൈവശം വച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. പലപ്പോഴും ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യം അമേരിക്ക എന്ന് പറയുമ്പോൾ എന്താണ് അമേരിക്കൻ എണ്ണയുടെ പ്രത്യേകത എന്നത് കൂടി ഒരു വരിയിൽ മനസ്സിലാക്കണം. സാധാരണ സൗദി അറേബ്യയിൽ നിന്നും UAE നിന്നുമൊക്കെ എടുക്കുന്ന വളരെ പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ചിലവിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിച്ചിട്ട് സപ്ലൈ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഡ്രില്ലിംഗ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്ന ആ സംവിധാനമല്ല അമേരിക്കയിലുള്ളത്. പാറകളുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് ഷെയിൽ ഓയിൽ എന്ന് പറയുന്നതാണ് അമേരിക്കയുടെ സമ്പത്ത്. ആ ഷെയിൽ ഓയിൽ എടുത്തു വരാൻ വലിയ പാടാണ്. ഫ്രാക്കിംഗ് എന്ന് പറയുന്ന പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക അത് ചെയ്യുന്നത്. ചെറിയ കാശിന് ചെയ്തെടുക്കാൻ പറ്റില്ല. വളരെ കോംപ്ലക്സ് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. സങ്കീർണമെന്ന് മാത്രമല്ല, വില കൂടുതലും ചെലവ് കൂടുതലും ഒക്കെയാണ്. അതാണ് അമേരിക്കയുടെ എണ്ണ പൊതുവേ വില കൂടുതലായി മാറുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവും മറ്റു കാര്യങ്ങളും സ്വകാര്യ കമ്പനികൾക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ്റിന് മേൽ കൺട്രോൾ ഇല്ലാത്ത വിധമാണ് അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദനം എന്ന കാര്യം കൂടി സന്ദർഭവശാൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഏതായാലും ഇന്ന് മാർക്കറ്റിൽ $110 കഴിഞ്ഞ് ഒരു ബാരലിന് മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. UN-നുമായി ബന്ധപ്പെട്ട വേദിയിൽ ഇറാൻ്റെ പ്രതിനിധിയോട് സ്ഥിരമായി മറ്റ് രാജ്യങ്ങൾക്ക് കുറേ ദിവസമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പുതിയ പരമോന്നത മേധാവി മുജ്തബ ഖാമിനി എവിടെ? ജീവിച്ചിരിപ്പുണ്ടോ? മറുപടി എന്താണ്? ഇതേക്കുറിച്ച് ഇറാൻ്റെ പ്രതിനിധിയായിട്ടുള്ള അലി ബഹ്റൈനി എന്ന വ്യക്തി UN-ൽ ഇന്ന് വ്യക്തമായൊരു മറുപടി കൊടുത്തു. സമ്പൂർണ്ണ ആരോഗ്യവാനാണ് മുജ്തബ ഖാമിനി എന്ന കാര്യം നിങ്ങൾ അറിയുക. സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ പബ്ലിക് അപ്പിയറൻസ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും മനസ്സിലാക്കുക. അത്രമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി എന്നാണ് അലി ബഹ്റൈനി UN-ൽ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഇന്നൊരു മുന്നറിയിപ്പ് ഈ മേഖലയ്ക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കക്കാർ താമസിക്കുന്നോ അതിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് സ്വദേശികളും പ്രവാസികളുമായിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് മാറിക്കഴിയണം. ഇതാണ് മുന്നറിയിപ്പ്. ഇതിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് പറയുകയാണ്. അതേസമയം ഇന്ന് ഇറാൻ്റെ പല ഭാഗത്തും ടെഹ്റാനിൽ വിചാരിച്ചിരിക്കുന്നതിനപ്പുറമുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മിസൈൽ സൈറ്റ് തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. 2 സ്റ്റീൽ ഫാക്ടറികൾ ഖുസിസ്ഥാനിലും ഇസ്ഫഹാനിലുമുള്ള വലിയ 2 സ്റ്റീൽ പ്ലാന്റുകൾ തകർത്തു എന്ന് പറയുന്നുണ്ട്. വാട്ടർ റിയാക്ടർ പ്ലാന്റുകൾ തകർത്തു എന്ന് പറയുന്നു. ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. ഇതൊക്കെ ഇസ്രായേലിൻ്റെ അവകാശവാദമാണ്. അതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഇറാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്കാർ താമസിക്കുന്ന ഏരിയകൾ അറിയാമല്ലോ ആളുകൾക്ക്, അതിൻ്റെ അടുത്തു നിന്ന് പോലും മാറി താമസിക്കുക. കാരണം മനഃപൂർവ്വമല്ലെങ്കിലും ചില കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കാണണം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. UAE-ൽ നിന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്ന 9 ഡ്രോണുകളും 6 ബാലിസ്റ്റിക് മിസൈലുകളും വിജയകരമായി UAE-യുടെ സംവിധാനം ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔപചാരികമായി നമുക്ക് നൽകുകയാണ്. മാത്രമല്ല, ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഫെബ്രുവരി 28 മുതൽ 1835 ഡ്രോണുകളും 15 ക്രൂയിസ് മിസൈലുകളും 378 ബാലിസ്റ്റിക് മിസൈലുകളും നിർവീര്യമാക്കപ്പെട്ടു എന്ന അറിയിപ്പും നൽകുകയാണ്. ലെബനോൻ്റെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് UAE-ൽ ഇന്ന് പെയ്ത മഴ, ഇന്നലെ രാത്രി അനുഭവപ്പെട്ടൊരു സാഹചര്യം, അതിശക്തമായ കാറ്റ് ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ തന്നെ എഴുതി വെച്ച് ഉറപ്പിച്ചതുപോലെ എന്നൊക്കെ പറയുന്നില്ലേ, കരാറ് പോലെ പ്രകൃതിയുമായി UAE-യുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കരാറുണ്ടാക്കിയതുപോലെ അനുഭവപ്പെടുന്ന അവസ്ഥയായിരുന്നു. 12 മണി കഴിയവേ കാറ്റ് ശക്തി കൂടും, പിന്നെ അങ്ങോട്ട് ഇടിമിന്നലുണ്ടാകും, മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞത് 12:05 ആയപ്പോൾ
ഇന്നലെ രാത്രി അർദ്ധരാത്രി ദുബായിൽ ഇടിമിന്നലിൻ്റെ ശക്തി അത് ആസ്വദിച്ചവർക്കോ കണ്ടുനിന്നവർക്കോ ആശങ്കയോടെ അതിന് മുന്നിൽ പെട്ടവർക്കോ ഒക്കെ മനസ്സിലായി കാണും. ആകാശത്ത് കൊള്ളിയാൻ മിന്നുന്നത്, അത് രാജകുമാരൻ വരെ പല ചിത്രങ്ങളും ഇന്ന് മാധ്യമങ്ങളിലൂടെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും ഏതെങ്കിലും കൃത്രിമ മഴയുടെയോ ക്ലൗഡ് സീഡിങ്ങിൻ്റെയോ ഭാഗമൊന്നുമല്ല. കാലാവസ്ഥാ നിരീക്ഷണ കാര്യത്തിൽ UAE പുലർത്തുന്ന സൂക്ഷ്മത, കൃത്യത, സമഗ്രത ഇതെല്ലാം വെളിവാക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഇടിമിന്നൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയായി മാറുന്നു. രാവിലെ നോക്കുമ്പോൾ എല്ലായിടത്തും വെള്ളക്കെട്ടുകൾ വീണ്ടും പറഞ്ഞതുപോലെ രൂപം കൊള്ളുന്നു. ഇന്ന് ഇടവിട്ട ഇടവേളകളിൽ മഴ പെയ്യും, അത് അതിശക്തമാവില്ല എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ചെറിയ മഴ പെയ്യും എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം വന്നൊരു അലർട്ടിൽ പറയുന്നത് രാത്രി 8 മണി വരെ ഓറഞ്ച് അലർട്ട് ഉണ്ടാകും. ആ 8 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ ശമിച്ചെന്ന പ്രതീതിയിലേക്ക്, കാറ്റ് മാത്രമായി മാറിയ സാഹചര്യത്തിലേക്ക് അന്തരീക്ഷം വഴിമാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് രാത്രി കൊണ്ട് തന്നെ മഴയുടെ അന്തരീക്ഷവും അസ്ഥിര കാലാവസ്ഥയും മാറും എന്നാണ് പറയുന്നതെങ്കിലും ഇനി പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനകം രൂപം കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടുകൾ, പ്രത്യേകിച്ച് ഷാർജ, അജ്മാൻ ഭാഗത്തൊക്കെ വളരെ സജീവം. ധാരാളം വെള്ളം വറ്റിപ്പോയിട്ടില്ല. ഇപ്പോഴും റോഡിലുണ്ട്. കുഴിയേത്, കുണ്ടേത്, അത് മതിലേത്, ഇതൊന്നും അറിയാൻ പറ്റാത്ത വിധത്തിൽ റോഡിൽ പല പ്രശ്നങ്ങളും ഇപ്പോഴും നേരിടുന്നു. പലരുടെയും വാഹനങ്ങൾ വെള്ളത്തിനടിയിലാണ്. പല കാര്യങ്ങളും വന്നു വീണിട്ട് വാഹനങ്ങൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പലരുടെയും കടകൾ അടച്ചിട്ട് പോകേണ്ടുന്ന സാഹചര്യം വന്നു. കടകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പല വൃക്ഷങ്ങളും ചെറുതായിട്ടെങ്കിലും കടപുഴകി വീണതിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിൻ്റെയോ അരുവികളുടെയോ പ്രത്യേകിച്ച് ഈ വാദി പ്രദേശങ്ങളിലൊക്കെ നിറഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. റാസൽ ഹൈമയുടെ ഭാഗമായ ഷൗക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് റെക്കോർഡ് മഴ ഉണ്ടായിരിക്കുന്നത്. 77.5 മില്ലിമീറ്റർ മഴയാണ് അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മഴ, വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടായി വരുന്ന വെള്ളക്കെട്ടുകൾ, ഇതൊക്കെ നേരിടുന്ന രീതിക്ക് എടുത്തു പറയാതെ വയ്യ ദുബായിലെ സംവിധാനം പ്രവർത്തിച്ചത്. അത് ദുബായിലെ പോലീസാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും RT ആണെങ്കിലും സിവിൽ ഡിഫൻസിൻ്റെ സിസ്റ്റം ആണെങ്കിലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ കോർഡിനേഷൻ ആണെങ്കിലും ഇതെല്ലാം മാതൃകാപരമാണ്. അതായത് ഒരു സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ട് എന്നൊരു അറിയിപ്പൊക്കെ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു വാഹന സംവിധാനവും ഉദ്യോഗസ്ഥരും വന്ന് ആ വെള്ളം നീക്കം ചെയ്യാൻ വേണ്ടി, അവിടുത്തെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി, ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ആർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതാ ഈ വാഹനത്തിൽ കയറിക്കൊള്ളൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോലും പറയുന്ന രീതിയിൽ ഇടപെടുന്ന സാഹചര്യം, ഇതൊക്കെ മാതൃകാപരമാണ്. ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം നൽകിയ കാര്യമാണ്. ഇവിടെ കൂടുതൽ കഴിയാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇടപെടുന്ന ഒരു സംവിധാനമുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന മുഹൂർത്തങ്ങളായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ മാറുകയായിരുന്നു എന്ന കാര്യം എടുത്തു പറയാതെ വയ്യ. ഇനി ലെബനോനിലേക്ക് പോകുമ്പോൾ, ലെബനോനിൽ UN കണക്ക് പ്രകാരം 1 മില്യൺ ആളുകൾ അവിടെ നിന്ന് ഓടി ഒളിച്ചവരായി മാറിയിരിക്കുന്നു. 3,70,000 കുട്ടികൾ തന്നെ അവരുടെ വാസസ്ഥലങ്ങൾ വിട്ട് മാറിപ്പോയിരിക്കുന്നു. 1.5 ലക്ഷം ആളുകൾ ചുറ്റുവട്ടത്താരുമില്ലാത്ത വിധം ഒറ്റപ്പെട്ടതുപോലെ കഴിയുന്നു. 1100-ലധികം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ഭീതിയിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ, പെൺകുട്ടികളുടെ അവസ്ഥ ശോചനീയമായിരിക്കുന്നു. ഇതാണ് ഇസ്രയേൽ നരാധമമായ രൂപത്തിൽ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങളായി വന്നിരിക്കുന്നതെന്ന് UN തന്നെ വാർത്തയായി റിപ്പോർട്ടായി അംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ 28ാം ദിവസം കാണുന്നത്. അശാന്തമായ രാത്രികളും അസ്വസ്ഥത നിറഞ്ഞ ചിന്തകളും ഒക്കെയായി കഴിയുന്ന നമുക്കെല്ലാവർക്കും സുഖകരമായ പ്രഭാതങ്ങളുടെ നല്ല ദൃശ്യങ്ങൾ കണ്ടുണരാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara, Sharjah, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.